ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരധ്യായമാണ് 17-ാമത്തെ അധ്യായം. ഇറ്റ്സ് എ ഫൈറ്റ് ബിറ്റ്വീൻ ടു നേഷൻസ്. സോ ദിസ് ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ടു ഐഡിയോളജി. ദിസ് ഈസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ടു കൾച്ചർ. വേൾഡ് ഈസ് ഫുൾ ഓഫ് ഫൈറ്റ് അല്ലേ? അമേരിക്ക വേഴ്സസ് ഇറാൻ, മാർക്ക് വേഴ്സസ് വിൻഡോ, കോൺഗ്രസ് വേഴ്സസ് കമ്മ്യൂണിസ്റ്റ്, റിപ്പബ്ലിക് വേഴ്സസ് ഡെമോക്രാറ്റിക്. സോ അവർ ലൈഫ് ഈസ് ഓൾസോ ഫുൾ ഓഫ് ഫൈറ്റ്. കരിയറിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഫൈറ്റ് ഉണ്ട്, എഡ്യൂക്കേഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഫൈറ്റ് ഉണ്ട്, മാരേജ് ലൈഫിനോടുള്ള ബന്ധത്തിൽ ഫൈറ്റ് ഉണ്ട്. ലൈഫ് ഈസ് എ ഫൈറ്റ്. ഇവിടുത്തെ രണ്ട് പ്രിയപ്പെട്ടവരുടെ യുദ്ധത്തിൽ ഒരു സൈഡിൽ നിൽക്കുന്നത് ശക്തനായിരിക്കുന്ന ഒരു ഗോലിയാത്താണ് അല്ലേ? മറു സൈഡിൽ നിൽക്കുന്നത് ഇസ്രയേലിൻ്റെ സൈന്യനിരയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ് നിൽക്കുന്നത്. ഇവരുടെ രണ്ടു പേരുടെയും കയ്യിലുള്ള ആയുധങ്ങൾ വ്യത്യസ്തമാണ്. സോ ദേ ഹാവ് ഡിഫറെൻറ്റ് ഡിവൈസസ് ഇൻ ദർ ഹാൻഡ്സ്. ഗോലിയാത്ത് ഹാസ് എ മോഡേൺ ടെക്നോളജിക്കൽ ഡിവൈസസ്. അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ടെക്നോളജിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചാണ് ആര് നിൽക്കുന്നത്? ഗോലിയാത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന് താമ്ര കവചമുണ്ട്, ശിരസിൽ വെച്ചിട്ടുണ്ട്, കവചമുണ്ട്. അതുപോലെ തന്നെ വലിയ വില്ലുണ്ട്, ഷീൽഡുണ്ട്, സ്പിയറുണ്ട്. സോ ഹി ഹാസ് സം മോഡേൺ ഡിവൈസസ്. ഇപ്പോൾ എതിരാളിയായി ശത്രുവായിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ കരങ്ങളിലുള്ളത് ശക്തിയേറിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് വ്യക്തിയുടെ കയ്യിലുള്ളത് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റാണ്. കയ്യിലുള്ളത് ഇപ്പോൾ ഉള്ളത് കവിണിയും വടിയും. അപ്പം സാധാരണയായിട്ട് ജയിക്കാൻ സാധ്യതയില്ലാത്ത ട്രഡീഷണലായിട്ടുള്ള ചില എക്യുപ്മെൻസുകളും തൻ്റെ മുൻപിൽ നിൽക്കുന്ന അരോഗദൃഢഗാത്രനായിരിക്കുന്ന മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ശക്തനായിരിക്കുന്ന ഫെലിസ്തീനായിരിക്കുന്ന ഗോലിയാത്തിനെ തകർക്കുവാൻ ഈ ദാവീദിനൊരിക്കലും സാധ്യമല്ല. ശ്രദ്ധിക്കുക, ദ ലാസ്റ്റ് പോയിന്റ് ഈസ് റിമെമ്പർ ഗോഡ് ഈസ് വിത്ത് യു. ഹീ ഈസ് ഫൈറ്റിംഗ് ഫോർ യു. ഇതിലുള്ള റിസോഴ്സസ് അല്ല പ്രധാനപ്പെട്ട കാര്യം, ചെയ്തു വന്ന എക്സ്പീരിയൻസ് അല്ല പ്രധാനപ്പെട്ട കാര്യം. യുദ്ധം എന്ന് പറയപ്പെടുന്നത് റിമെമ്പർ ഗോഡ് ഈസ് വിത്ത് യു. ഗോഡ് ഈസ് ഫൈറ്റിംഗ് ഫോർ യു ടു ഗെറ്റ് ദിസ് ടാർഗറ്റ്.